ആത്മാബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. അനേക മഹത്തുക്കൾ നമ്മുടെ ഭാരതഭൂമിയിൽ ആത്മാവിന് വേണ്ടി അല്ലെങ്കിൽ ആത്മജ്ഞാനത്തിന് വേണ്ടി ലോകത്തിലെ സർവഭോഗങ്ങളെയും ഉപേക്ഷിച്ച് ത്യാഗമനുഷ്ഠിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് അവരുടെ വാക്കുകളാൽ വിരചിതമായ വേദോപനിഷത്തുക്കൾ നമുക്ക് സംഭാവനയായി കിട്ടിയിരിക്കുന്നത്. അവരുടെ ആ വചനങ്ങളാണ് നമുക്ക് മാർഗദർശനം. ആ വചനങ്ങൾക്കനുസരിച്ച് നാം ജീവിക്കുകയാണെങ്കിൽ അവർ എത്തിച്ചേർന്ന അതേ മഹത്തായ പദത്തിൽ നമുക്കും എത്തിച്ചേരാൻ സാധിക്കും. അതിന് ഈ പ്രപഞ്ച വിഷയങ്ങളിലുള്ള അത്യാസക്തി നമ്മെ പരമമായ ദുഃഖത്തിലേക്ക് നയിക്കുന്നു. അതിൽ നിന്ന് നാം വിമുക്തരായാൽ മാത്രമേ നമുക്ക് ആ പരമസത്യം തെളിഞ്ഞു കിട്ടുകയുള്ളൂ. അതുകൊണ്ട് മഹത്തുക്കൾ പറയുകയാണ്, മുമ്പുണ്ടായ പല പുണ്യചരിതന്മാരുമെത്രയും പരിശ്രമിച്ചതെന്നുള്ളേ ലോർപ്പതേ മംഗളാവഹം. മുമ്പുണ്ടായ പല മഹാത്മാക്കളും ആചരിച്ച അവരുടെ ആ വചനങ്ങളാണ് ഇന്ന് നമുക്ക് മാതൃകയായത്. മുമ്പുണ്ടായ പല പുണ്യ ചരിതന്മാരുമെത്രയും പരിശ്രമിച്ചതെന്നുള്ളിൽ, അവരുടെ ആ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് അത് നാം ഓർമ്മിക്കുന്നത് തന്നെ മംഗളകരമാണ്. അത്തരം മഹത്തുക്കളെ ഓർമ്മിക്കുമ്പോൾ തന്നെ നമുക്ക് മംഗളത്തെ പ്രദാനം ചെയ്യുന്നു എന്നാണ്. അങ്ങനെ ത്യാഗികളായ മഹത്തുക്കൾ ഉണ്ടായതിൻ്റെ ഫലമാണ് നമ്മുടെ സംസ്കാരം ഇത്രയും ഉത്കൃഷ്ടമാവാൻ കാരണം. ഏതോ ഒരു രാജ്യത്ത്, നമ്മുടെ ഭൂമിയിൽ തന്നെ ഒരു സ്ഥലത്ത് ഒരു പെൺകുട്ടി 16 വർഷമായി ആഹാരം കഴിക്കാതിരിക്കുന്നു. അവർക്ക് 10 വയസ്സാകുന്നത് വരെ വീട്ടുകാർ നിർബന്ധിച്ച് ഭക്ഷണം കൊടുത്തു. അന്നും അവർ വായിൽ ഇട്ട് കൊടുക്കുന്ന ഭക്ഷണം തുപ്പിക്കളയുമായിരുന്നു. ആ പെൺകുട്ടിക്ക് പിന്നീട് ആഹാരമേ വേണ്ട. 10 വയസ്സിന് ശേഷം 26 വയസ്സായി. ഇപ്പോൾ അവരുടെ ചരിത്രം കേൾക്കാനിടയായി. അങ്ങനെ 16 വർഷം ആഹാരമോ വെള്ളമോ ഇല്ലാതെ അവർ ജീവിക്കുന്നു. അവരെ വിവാഹം ചെയ്തു കൊടുത്തു. അതിൽ മക്കളും ഉണ്ടായി. ഇതൊക്കെ ആഹാരത്തിൻ്റെ അഭാവത്തിലാണ്. ശാസ്ത്രം പറയുന്നു ആഹാരമില്ലാതെ നമ്മുടെ ഈ ദേഹം നിലനിൽക്കുകയില്ല എന്ന്. എന്നാൽ നമ്മുടെ ഋഷീശ്വരന്മാർ എത്രയോ കാലം ആഹാരമില്ലാതെ അവർ നിലനിന്നതായിട്ട് ചരിത്രം പറയുന്നുണ്ട്. ആഹാരം കൊണ്ട് മാത്രമല്ല ദേഹം നിലനിൽക്കുന്നത്, ആഹാരമില്ലാതെയും ഇതിന് നിലനിൽക്കാൻ സാധിക്കും. സൂര്യപ്രകാശം ഒരു 10 മിനിറ്റ് കൊണ്ടാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഊർജം വലിച്ചെടുക്കാനുള്ള ആ കഴിവ് വളർത്തിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ആഹാരത്തിൻ്റെ ആവശ്യമേ ഇല്ല. ഈ ആഹാരം എന്തിനാ? ഭോഗത്തിനുള്ള മരുന്നാണ്. ഇന്ദ്രിയ സുഖങ്ങൾ, രസം ആസ്വദിക്കാനാണ് നാം ആഹാരം കഴിക്കുന്നത്. ആ രസന കൊടുക്കുകയും പിന്നീട് അത് ദേഹത്തിന് പോഷണമായി മാറുകയും ചെയ്യുന്നു. അപ്പോൾ ആഹാരത്തിൽ കൂടി ദേഹപോഷണം നടത്തുമ്പോൾ മനോനിയന്ത്രണത്തിന് വളരെയധികം വിഷമം വരുന്നു. എന്നാൽ അതിനെയൊക്കെ തരണം ചെയ്ത് ആഹാരമേ വേണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് വളരെ വേഗത്തിൽ ആത്മാവിനോട് ലയം പ്രാപിക്കും. എന്നാൽ ആഹാരത്തിൽ ശ്രദ്ധ വന്നാൽ ആഹാരം ഉണ്ടാക്കാനുള്ള പണി, അതിനു വേണ്ട സമ്പത്ത് നേടൽ, അതിലേറെ രാവും പകലും പണിയെടുക്കുന്നത് എന്തിനാ? ഉണ്ണാനും ഉറങ്ങാനും മാത്രമാണ്. ഉണ്ണാനുള്ള പണിയാണ് പകൽ മുഴുവൻ എടുക്കുന്നത്. പിന്നീട് അത് പാചകം ചെയ്ത് ആഹാരം കഴിക്കുന്നു. പിന്നീട് ഉറക്കവുമായി കഴിയുന്നു. ഇങ്ങനെ ഊണും ഉറക്കവും മാത്രമായി ജീവിതകാലം മുഴുവൻ കഴിഞ്ഞു പോകുന്ന സമ്പ്രദായമാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്.
എന്നാൽ അതിൽ നിന്ന് വിഭിന്നമായി ആഹാരത്തിനുള്ള കൊതിയേ ഇല്ലാത്ത ആ പെൺകുട്ടിയെ നമ്മുടെ ഭാരതഭൂമിയിലാണെങ്കിൽ ഇന്ന് അതിനെ ഒരു യോഗീശ്വരിയായി ജനങ്ങൾ ആരാധിക്കുമായിരുന്നു. ഈശ്വരൻ്റെ ശക്തിയാണ് എന്ന് ആ പെൺകുട്ടി പറയുന്നു. അതെന്താണെന്ന് അനുഭവിക്കാൻ അവരുടെ മാർഗം ഒന്നല്പം ഒരു ശ്രദ്ധ ചെലുത്തിക്കഴിഞ്ഞാൽ അവർക്ക് ആ പരമമായ ദിവ്യാനുഭൂതി ലഭിക്കുന്നതിന് ഒരു വിഷമവുമില്ല. അങ്ങനെ ആ അറിവിൻ്റെ അഭാവത്താൽ അവർ ഗൃഹകുടുംബാദികളിൽ മുഴുകി. അവരെന്തിനാ പണിയെടുക്കുന്നത്? തിന്നാൻ അവർക്ക് വേണ്ട. നമ്മളൊക്കെ ജോലി ചെയ്യുന്നത് തിന്നാൻ വേണ്ടിയാണ്. എന്നാൽ അവർക്കാകട്ടെ തീറ്റയുടെ ആവശ്യമേ വരുന്നില്ല. അപ്പോൾ പിന്നെ അവർക്ക് ജോലി ചെയ്യേണ്ട ആവശ്യവും വരുന്നില്ല. എന്നാൽ നല്ല സ്വാദിഷ്ടമായി അവർ പാചകം ചെയ്ത് തൻ്റെ ഭർത്താവിനും മക്കൾക്കും മാതാപിതാക്കളെയും അവർ ഊട്ടുന്നു. അതിലവർ സംതൃപ്തി കണ്ടെത്തുന്നു. പക്ഷേ ഇന്ദ്രിയാതീതമായ സുഖത്തെ കണ്ടെത്താനുള്ള ഒരറിവ് അവർക്ക് ലഭിക്കാത്തതിനാൽ ആ അറിവ് അവരിൽ നിന്നും അന്യമായി തന്നെ വർത്തിക്കുന്നു. അതുകൊണ്ട് മുമ്പ് നമ്മുടെ ഭാരതഭൂമിയിൽ ഇത്തരം മഹത്തുക്കൾ ഉണ്ട്. അവരെ ഇന്നും നാം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. മുമ്പുണ്ടായ പലേ പുണ്യ ചരിതന്മാരും എത്രയും പരിശ്രമിച്ചതെന്നുള്ളിൽ ഓർപ്പതേ മംഗളാവഹം.